പത്തനംതിട്ട നഗരസഭയിലെ മുണ്ട് കോട്ടക്കലിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. വില കൊടുത്താണ് നിത്യാവശ്യങ്ങൾക്കുള്ള വെള്ളം കണ്ടെത്തുന്നത്. എന്നാൽ വെള്ളം ലഭിക്കുന്നില്ലെങ്കിലും വാട്ടർ അതോറിറ്റിക്ക് മിനിമം തുക അടയ്ക്കേണ്ടി വരുന്ന അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. വരുമാനത്തിന്റെ ഏറിയ പങ്കും വെള്ളം വാങ്ങുന്നതിന് മുടക്കേണ്ട അവസ്ഥയിലാണ് ജനങ്ങൾ. അവരുടെ പ്രതികരണം നമുക്കൊന്ന് കേട്ടുവരാം. ഞങ്ങൾ താമസിക്കുന്ന 7-ാം വാർഡിലും 12-ാം വാർഡിലും 6-ാം വാർഡിലും വെള്ളം കിട്ടിയിട്ട് 2 മാസമാകും. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയർക്കും പരാതി കൊടുത്തു. അത് അവർ മറുപടി തരാഞ്ഞതിനാണ് ഞാൻ 1916 പരാതി കൊടുത്തു. പരാതിക്ക് മറുപടിയായിട്ട് അവർ തന്നിരിക്കുന്ന മെസ്സേജ് യുവർ കംപ്ലയിൻറ്റ് ഈസ് റെക്ടിഫൈഡ്. ഇവിടെങ്ങും വെള്ളം ഇട്ട് വരുന്നുമില്ല. വാർഡ് കൗൺസിലറെ വിളിച്ച് പറഞ്ഞു സമരം ചെയ്തു. ഇതുവരെയും വെള്ളം വന്നിട്ടില്ല. പൈപ്പിൻ്റെ പണി നടക്കുകയാണെന്നാണ് അവർ പറയുന്നത്. പ്രവീൺ, ഗുഡ് മോർണിംഗ് പ്രവീൺ. എന്തായാലും നാട്ടുകാർക്ക് വെള്ളം കിട്ടുന്നില്ല. കംപ്ലൈൻറ്റ് ഈസ് റെക്ടിഫൈഡ് എന്ന മെസ്സേജ് കിട്ടി, പക്ഷേ വെള്ളം വരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. 2 മാസമായിട്ട് ഈ പ്രശ്നമുണ്ട്. വാട്ടർ അതോറിറ്റി സമീപിച്ചപ്പോൾ എന്താ അവർ പറയുന്നത് പ്രവീൺ? അരുൺ, പത്തനംതിട്ട നഗരസഭയിൽ ഈ വാട്ടർ അതോറിറ്റിയുടെ പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പണികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പലയിടങ്ങളിലും ഈ പൈപ്പുകൾ സ്ഥിരമായി പൊട്ടുന്നൊരവസ്ഥയാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരസഭയിലെ 6-ാം വാർഡിലാണ്. നമുക്ക് ആദ്യം ഈ വെള്ളത്തിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2000 ലിറ്റർ വെള്ളം ഒരു വീട്ടിൽ ഇറക്കുമ്പോൾ 1000 രൂപ ഒരു കുടുംബം നൽകേണ്ടി വരുന്നു. ഈ 2000 ലിറ്റർ വെള്ളം എന്നുള്ളത് ഒരു 4-5 കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അത് 2-3 ദിവസത്തേക്ക് മാത്രമേ തികയുകയുള്ളൂ. അതായത് ശരാശരി ഒരു 1000 രൂപയിൽ താഴെ പ്രതിദിനം വരുമാനമുള്ള ഒരാളെ സംബന്ധിച്ച് ഈ 2000 ലിറ്റർ വെള്ളത്തിന് ഒരു 1000 രൂപ കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ സാധാരണക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും. ഇപ്പോൾ ഇവിടെ ഒരു കുഴൽക്കിണർ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യം കാണാം. ഇവിടെ ബക്കറ്റുകളും ആളുകൾ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുഴൽക്കിണർ എത്രയോ സമയം ഈ രീതിയിൽ പ്രവർത്തിപ്പിച്ചെങ്കിൽ മാത്രമേ കുറച്ച് വെള്ളമെങ്കിലും വരികയുള്ളൂ. അതായത് ഇവരുടെ സമയത്തിൻ്റെ ഭൂരിഭാഗവും ഇതുപോലെയുള്ള കുഴൽക്കിണറിൻ്റെ ചുവട്ടിൽ ഇവർക്ക് ചിലവഴിക്കേണ്ടി വരുന്നു. അതുമാത്രവുമല്ല, ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനെ കുറിച്ച് പറയുമ്പോൾ പത്തനംതിട്ട ഒരു മലയോര മേഖലയാണ്, നമുക്കറിയാം. നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ വെള്ളം വളരെ സുഗമമായി തന്നെ എത്തും. പക്ഷേ ചിലയിടങ്ങളിൽ ഉയരക്കൂടുതലുള്ള പ്രദേശങ്ങളുണ്ട്. അവിടേക്ക് ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ കൂടി വെള്ളം എത്തിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾക്ക് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഇല്ല, ഇതുപോലെയുള്ള കുഴൽക്കിണറുകൾ പ്രവർത്തിക്കുന്നില്ല. ഇനി പ്രവർത്തിച്ചാൽ തന്നെ വെള്ളം വളരെ കുറഞ്ഞ അളവിലാണ് വരുന്നത്. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഈ നഗരസഭാ മേഖലയിൽ പല വാർഡുകളിലും അനുഭവപ്പെടും. ഇപ്പോൾ നമ്മോടൊപ്പം കൗൺസിലർ ആൻസി തന്നെ ചേരുന്നുണ്ട്. കൗൺസിലറെ, ഇതിപ്പോൾ എന്തൊരു പരിഹാര മാർഗം? നിങ്ങൾ വാട്ടർ അതോറിറ്റിയെ സമീപിച്ചപ്പോൾ അവരെന്താ പറയുന്നത്? നമ്മൾ വാട്ടർ അതോറിറ്റിയെ പലതവണ ജനങ്ങൾ ഉൾപ്പെടെ പോയി സമീപിച്ചപ്പോഴും അവരത് ഈ പരാതി ഒന്ന് ഫോളോ ചെയ്യാനോ പരാതിയിൽ എന്താണ് അതിനകത്തെ കാരണമെന്ന് കണ്ടുപിടിക്കാനോ അവർ തയ്യാറായിട്ടില്ല. ഉദ്യോഗസ്ഥരെ വിട്ട് ഫീൽഡ് ഒന്ന് ഇൻസ്പെക്ഷൻ ചെയ്യാനോ ഒന്നും തയ്യാറാവുന്നില്ല. പിന്നെ അതുപോലെ തന്നെ KSTP റോഡിൽ ഇതുപോലെ 2 വർഷങ്ങളായിട്ട് വെള്ളമില്ലാത്ത പല വീടുകളുമുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം 2 വർഷക്കാലമായിട്ട് വെള്ളം കിട്ടാത്ത പല വീടുകളുമുണ്ട്. പക്ഷേ ബില്ല് കൃത്യമായിട്ട് വരുന്നുണ്ട്. അതിന് പുറമെയാണ് ഈ ജനങ്ങൾ ഈ സമയമാകുമ്പോൾ 1000 രൂപ മുടക്കി ടാങ്ക് വെള്ളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. സമരമാർഗത്തിലേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ വെള്ളം ലഭിക്കാത്ത? തീർച്ചയായും നടപടി ഉണ്ടായില്ലെങ്കിൽ പത്തനംതിട്ട അതെ അരുൺ, ഇവരെ സംബന്ധിച്ച് ഈ വാട്ടർ അതോറിറ്റിയുടെ മിനിമം ബില്ല് അത് ഇവർക്ക് സ്ഥിരമായി ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എത്ര രൂപയൊക്കെ ബില്ല് വരുന്നുണ്ട്? മിനിമം 300-150 രൂപ ബില്ലുകൾ എത്തുന്നുണ്ട്. പിന്നെ യഥാർത്ഥത്തിൽ നഗരസഭയിൽ കടുത്ത ജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് കേരളീപുരം, മുണ്ടുകോട്ടക്കൽ, ആടിയാനി. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഉള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വില കൊടുത്ത് ജലം ശേഖരിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് ഉള്ളത്. 2 പാതകളുടെ നിർമ്മാണം, പ്രധാനപ്പെട്ട 2 പാതകൾ എന്ന് പറയുമ്പോൾ കടവൻട്ട അയിരൂർ റോഡ്, അതേപോലെ തന്നെ കേരളീപുരം, മുണ്ടുകോട്ടക്കൽ. അരുൺ, ഇതിനകത്തൊരു പ്രശ്നമുള്ളത് പലപ്പോഴും പലയിടങ്ങളിലും സംഭവിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ അത് അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വലിയ സാങ്കേതിക പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നു. ഒന്ന്, ഈ പത്തനംതിട്ട നഗരസഭയിൽ തന്നെ ഒരു പ്രശ്നം വന്നത് ദേശീയപാത അതോറിറ്റി റോഡ് ക്രോസ് ചെയ്ത് പൈപ്പ് ഇടുന്നതിന് അനുമതി നൽകുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദേശീയപാത അതോറിറ്റി അതിന് അനുമതി നൽകിയെന്ന് നഗരസഭ വ്യക്തമാക്കിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ നിർമ്മാണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. സാങ്കേതികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ, അത് പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റി വിഭാഗവും തമ്മിൽ പലയിടങ്ങളിലും ഒരു ഏകോപനമില്ലായ്മ ഇത്തരത്തിൽ ആളുകളെ ബുദ്ധിമുട്ടിലാക്കുന്നതിന് ഇതും പത്തനംതിട്ടയിലെ വിഷയവും നമുക്ക് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്.